രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം വേണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ നിന്നും പ്രതിഷേധം. ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. രാഹുലിന് സമയം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ ലോക്സഭാ സ്പീക്കറെ കാണുകയാണ്. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഇന്നും ലോക്സഭ പ്രക്ഷുബ്ധമായിരിക്കുന്നു. പ്രതിപക്ഷ പ്രതിഷേധം തന്നെയാണ്. കാരണം എം നരവനെയുടെ പുസ്തകത്തിലെ ഭാഗങ്ങൾ ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചത് തന്നെയാണ് രാഹുലിനെ പിന്നീട് സംസാരിക്കുന്നതിലടക്കം തടഞ്ഞ സംഭവങ്ങൾ ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ സ്പീക്കറെ കാണുന്നുണ്ട്. അതിനിടെ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാനുള്ള നീക്കം കൂടി നടത്തിയിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് നടന്നത്? ഇനി ചർച്ചയിലൂടെ എന്ത് പ്രതീക്ഷിക്കുന്നു പ്രതിപക്ഷം? ജിൽസി, ഏതാനും മിനിറ്റുകൾക്കകം സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയത്തിന്റെ നോട്ടീസ് സെക്രട്ടറി ജനറലിന്, ലോക്സഭയുടെ സെക്രട്ടറി ജനറലിന് സമർപ്പിക്കും. അദ്ദേഹത്തെ ഓം ബിർളയെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് സ്പീക്കർ എന്നും പക്ഷാപാതപരമായി പെരുമാറാൻ പാടില്ലാത്ത ഒരു പദവിയിലിരിക്കുന്ന ആളാണ്. പക്ഷേ ഓം ബിർള സ്ത്രീകൾക്കെതിരെ, വനിതാ എം പിമാർക്കെതിരെ പെരുമാറുന്നു. ഇതുകൂടാതെ ഹൈബീഡനും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ള 8 എംപിമാരെ കേവലം ഒരു പ്രതിഷേധത്തിന്റെ പുറത്ത് അവർ 5 ദിവസത്തെ മാത്രമല്ല സഭാ കാലാവധി മുഴുവനും സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു കാരണവശാലും ഒരു സ്പീക്കർ നടത്താൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രമേയമാണ് അല്പനിമിഷത്തിനകം കൊടുക്കാൻ പോകുന്നത്. ഇതുകൂടാതെ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാതെ സഭ നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. ഏത് വിധേയനെങ്കിലും സഭ ഒന്ന് നടത്തിക്കൊണ്ടു പോകണം എന്നുള്ള ഒരു ആവശ്യമാണ് കിരൺ റിജ്ജു, പാർലമെന്ററി കാര്യമന്ത്രി, മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കറുടെ അധ്യക്ഷതയിലെ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട കക്ഷികളുടെ നേതാക്കന്മാരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇതുകൂടാതെ രാജ്യസഭയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രതിഷേധം, ബംഗാളിന്റെ ഒരു ഭാഗത്തെ മിനി പാകിസ്ഥാൻ എന്ന് ഷിപ്പിംഗ് സഹമന്ത്രി വിളിച്ച് ഇത് വർഗീയപരമായിട്ടുള്ള പരാമർശമാണ്, ഇത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ TMC എംപിമാർ പ്രതിഷേധിക്കുകയും ചെയ്തു. സഭ ഇനി വീണ്ടും 2 മണിക്ക് തന്നെ ആരംഭിക്കും. വീണ്ടും പ്രതിഷേധത്തിന് തന്നെയാണ് സാധ്യത. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.